ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പം ഗോബ്രയിലുള്ള സീലോ ഫിഷിലാണ് കേട്ടോ ഉള്ളത്. അവിടെ നിന്ന് കുറച്ച് മീൻ മേടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ച് വന്നതാണ്. ആക്ച്വലി ഞാനിന്ന് കുറച്ച് മാന്ത മേടിക്കാനാണ് വന്നത്, പക്ഷേ അതിവിടെ ഇല്ലായിരുന്നു. എൻ്റെ ദൗർഭാഗ്യം എന്നല്ലാതെ എന്ത് പറയാൻ, ആ സാധനം ഇവിടെ ഇല്ലെന്ന് ഗൈസ്. അല്ലാതെ എല്ലാ ദിവസവും ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. ഇന്നവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര വിഷമമായി. എന്താ വെച്ചാൽ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് മാന്ത തേങ്ങ അരച്ച് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിന്ന് അയല കണ്ടപ്പോൾ അയല എടുത്തു. അപ്പോൾ അത് അയല നല്ല ക്ലീൻ ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്കുള്ള വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി, ഇഞ്ചി ഇതെല്ലാം സെറ്റാക്കി വെച്ചു കേട്ടോ ഞാൻ ആദ്യം. അപ്പോൾ ഇന്ന് മലബാർ ഏരിയയിൽ ഉണ്ടാക്കുന്നതിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് കേട്ടോ നമ്മളിന്ന് അയലക്കറി വെക്കുന്നത്. അപ്പം ഈ പരീക്ഷണ വസ്തു ആവുന്നത് ഞാൻ തന്നെ ആയതുകൊണ്ട് തന്നെ എനിക്ക് കുഴപ്പമില്ല. അപ്പം ഞാൻ എല്ലാ ഐറ്റംസും ഒന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് തേങ്ങയൊക്കെ ചിരവി സെറ്റാക്കുന്നുണ്ട് അതിനിടയ്ക്ക്. അപ്പം നമ്മളിന്ന് ഒരു നൈറ്റ് കുക്കിംഗ് ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഫേസിലോട്ടൊന്നും ഒട്ടും വെളിച്ചില്ല. നമ്മുടെ നാട്ടിലുള്ള പോലെയല്ല ഇവിടുത്തെ ലൈറ്റ്സ് ഒന്നും. അപ്പം ഞാൻ ഒമാനിലാന്ന് എല്ലാവർക്കും അറിയാമല്ലോ. നമ്മുടെ ലൈറ്റ്സൊക്കെ മുകളിൽ ഇങ്ങനെയായിട്ടാണ് ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മുടെ ഫേസിലോട്ട് അങ്ങനെ ലൈറ്റ്സ് കിട്ടില്ല. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് ഒരുപാട് ലൈറ്റ് കിട്ടാത്തത്. അപ്പോൾ നമ്മൾ തേങ്ങ മിക്സിയിലോട്ടിട്ടു. പിന്നെ നമ്മളെ ഈ അയലക്കറിയിലൊന്നും ഒരുപാട് തേങ്ങ അരച്ചാൽ ഒരു രുചി ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതിന് തേങ്ങയൊക്കെ കുറച്ച് മാത്രം ഉപയോഗിച്ചാൽ മതി. അപ്പം ഇങ്ങനെ കുറച്ച് ഒരു സ്പൂൺ മഞ്ഞളിട്ടു, 2 സ്പൂൺ മുളകിട്ടു, ഒരു 2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടു. അങ്ങനെ സെറ്റാക്കി അതിലോട്ട് കുറച്ച് മാത്രം വെള്ളം ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അതൊന്ന് അടിഞ്ഞ് വരാൻ മാത്രമായിട്ട് കുറച്ച് വെള്ളം മതി. ഒരുപാട് വെള്ളമൊക്കെ ഒരുപാട് ലൂസായിപ്പോവും. അപ്പോൾ നമ്മളിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം ഗൈസ്. പണ്ടുള്ള മുത്തശ്ശിമാരൊക്കെ പറയുന്ന പോലെ നല്ല മഷി പോലെ അരച്ചെടുക്കണം. അപ്പോൾ മാത്രമേ നമ്മുടെ ഫിഷ് കറിക്ക് എപ്പോഴും നല്ല മഷി പോലെ അരച്ചെടുത്താൽ മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടാവൂ. അല്ലെങ്കിൽ ആ ഫിഷ് കറിക്ക് ഒരു പൂർണ്ണത വരില്ല കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഇതിലോട്ട് ഒഴിച്ചിരിക്കുന്ന എണ്ണ എന്ന് പറയുന്നത് നല്ല ശുദ്ധമായ പാരച്യൂട്ടിൻ്റെ കോക്കനട്ട് ഓയിലാട്ടോ. നല്ല നല്ല വെളിച്ചെണ്ണയാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ആദ്യം ഇട്ടു. എണ്ണ ഒഴിച്ചതിന് ശേഷം പിന്നെ പച്ചമുളക് ഇട്ടു, കറിവേപ്പില ഇട്ടു, തക്കാളി ഇട്ടു. ഇനി ഇത് നല്ല വാടി വരണം കേട്ടോ. ഇങ്ങനെ സെറ്റായി വരണം. അതുവരെ നമ്മൾ തീ കുറച്ച് വെയിറ്റ് ചെയ്യണം ഗൈസ്. അതിനുശേഷം നമ്മുടെ അരപ്പ് അതിലോട്ട് ഒഴിച്ചിട്ട് ആവശ്യത്തിന് വെള്ളം കൂടെ അതിലേക്ക് ചേർക്കണം. അതിനുശേഷം കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് അതിലോട്ട് നമ്മുടെ കുടംപുളി വെച്ചിട്ടുള്ള അയലക്കറിയായിട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൂടെ നമ്മൾ അതിലോട്ട് ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെട്ടി വെച്ച അയല അതിലോട്ട് ചേർക്കുകയാണ്. ഇതിൽ കുറച്ചുകൂടെ വെള്ളം വേണമെങ്കിൽ നമുക്ക് ചേർക്കാം കേട്ടോ. അത്രയൊന്നും ലൂസായി പോകുന്നില്ല. അപ്പോൾ നല്ല സെറ്റായിട്ട് വരും. പിന്നെ ഞാൻ ലാസ്റ്റ് വണ്ണായിട്ട് കുറച്ച് ഉലുവ കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കറി ഇതാ സെറ്റായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ടാറ്റാ.